എന്താ പേര്? മൊയ്തീൻകുട്ടി മാഷ്. മൊയ്തീൻകുട്ടി. ആദ്യം ഈ കടലാസ് ഒന്ന് പിടിച്ചാട്ടെ, അതെന്താണെന്ന് ഞാൻ പറയാം. നമസ്കാരം, എന്താ പേര്? ഓക്കെ, അബ്ദുള്ള. ഇത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു ലഘുലേഖയാണ്. ആർക്ക് വോട്ട് അഭ്യർത്ഥിക്കണമെന്ന് നമ്മൾ പറയില്ല, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം, അത് ശരിയല്ല. അപ്പോൾ പക്ഷേ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ പോകണം എന്നൊരു താല്പര്യം ഞങ്ങൾ അല്ലേ? ഉറപ്പല്ലേ? വോട്ട് രേഖപ്പെടുത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ അല്ലേ? അപ്പോ മൊത്തത്തിൽ എങ്ങനെയാ ഒരു രാഷ്ട്രീയ നിലപാട്? മൊത്തം മലപ്പുറം മണ്ഡലം UDF മണ്ഡലമാണല്ലോ. അതിൽ ജനങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ആരും മാറ്റമില്ല. പല കാരണങ്ങളുണ്ട്. പുതിയതായിട്ട് വന്ന ദേശീയ തലത്തിലെ CAA വന്നിട്ടുണ്ടല്ലോ, അതും പിന്നെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് UDF പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ കാണുകയാണ്. മനസ്സിലായോ? അപ്പൊ അതനുസരിച്ച് ഞങ്ങളൊക്കെ പിന്നെ ഈറ്റിന്റെ പിന്നിൽ അണിനിരക്കും, UDF പിന്നിൽ അണിനിരക്കും. അങ്ങനെ തന്നെയാണോ? UDF സാധ്യത അല്ലേ? അപ്പൊ മൊത്തത്തിൽ രാവിലെ നോമ്പൊക്കെ എടുത്തു, കട തുറന്നു. കട ഇതാരുടെ ഇത് പൈസ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. മെച്ചമുണ്ടോ? കുറച്ച് താന്നോ? കോവിഡിന് ശേഷം മോശമാണ്, കുറച്ച് മോശമാണ്. പൊതുവെ എല്ലാ ബിസിനസ്സിലും അങ്ങനെ എല്ലാം മന്ദഗതിയിലാണ്. ഇനിയിപ്പോ വൈകുന്നേരം 6 മണി വരെ ഭക്ഷണം വെള്ളമൊന്നുമില്ല, നല്ല ചൂടുണ്ട് അല്ലേ? ആദ്യത്തെ 1-2 ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, ശീലിച്ചു പോയി. എത്ര വർഷമായി കാണും ഇപ്പം എങ്ങനെ നോമ്പെടുത്ത് തുടങ്ങിയിട്ട്? നോമ്പ് എന്നെ ഒരു 10-12 വയസ്സ് തുടങ്ങിയിട്ടുണ്ടാവും. 12 വയസ്സ് 63 വയസ്സായി. 63 വയസ്സ് കണ്ടാ പറയുന്നില്ല, ഒരു 42-43 വയസ്സ് അല്ലേ? എത്രയല്ലേ പറയുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എന്താ ചെയ്യുന്നത്? ഞാന് പൊതുപ്രവർത്തകനാണ്. രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമുണ്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് സജീവമാവും അല്ലേ? അപ്പൊ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് ഉഷാറാവണം. നോമ്പ് കഴിഞ്ഞാൽ പരിപൂർണ്ണ ഉഷാറാവും. കുറച്ച് മന്ദഗതിയിലാണ്. നോമ്പായതുകൊണ്ടൊരു സജീവതയില്ല. ഓക്കെ, അപ്പം സന്തോഷം. അപ്പോൾ 26-ാം തീയതി നമ്മളെല്ലാവരെയും വോട്ട് ചെയ്യാൻ ആഹ്വാനം നടത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. തത്സമയം നാട്ടുകാർ കാണുന്നുണ്ട്. വളാഞ്ചേരി ഉണ്ടായിരുന്നോ? മറുപടി ഇല്ല. ഇന്ന് മലപ്പുറത്താട്ടോ, ഇന്ന് മലപ്പുറത്ത് തീമാറുന്ന 7 മണി കഴിഞ്ഞിട്ട് 6:30 നോമ്പായതുകൊണ്ട് നമ്മൾ 7 മണി മലപ്പുറം ടൗണില് വാര്യംകുന്നത്തിന്റെ പ്രദേശത്ത്. അപ്പൊ ശരി, നമുക്ക് കാണാം. കണ്ടത് വളരെ സന്തോഷം. ഇവിടെ വരുമ്പോ സ്നേഹമുള്ള കുറെ മനുഷ്യരെ കാണാം, മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, UDF കൊട്ടയാണ് എന്നാണ് പറയുന്നത്. UDF പ്രവർത്തകർ കൂടിയാണ്. നമസ്കാരം. ഓക്കെ, നമ്മൾ വേങ്ങരയിലാണ് ഇപ്പോഴുള്ളത്, ഊരകം എന്ന് പറയുന്ന സ്ഥലത്ത്. നമുക്കൊരു മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു